ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ട്രിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയ ഈ ട്രിക്ക് നമ്മളെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നൊക്കെ ഡീറ്റെയിൽ ആയി ഈ വീഡിയോ കൂടെ പറഞ്ഞു തരാം. അതേപോലെ രണ്ടാമത്തെ ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയി 2 ട്രിക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഈ ഹൗസിന്റെ മുകളിൽ എങ്ങനെ എയർപ്ലെയിൻ സെറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരാം. ആദ്യത്തെ ട്രിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ച ട്രിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരോമാർക്കൊക്കെ ഞാൻ കാണിച്ചത് അതേപോലെ ചെയ്യാൻ വെപ്പൺ ഇട്ടാണ് ഷൂട്ട് ചെയ്യണ മാതിരി തന്നെ ചെയ്യാം. സ്റ്റിക്കി ബോംബ് എടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കി ബോംബ് രണ്ടും കൂടെ തോക്ക് പിടിച്ചാണ് സ്റ്റിക്കി ബോംബൊക്കെ ഞാൻ കാണിച്ചത് അതേപോലെ തന്നെ എടുക്കുമ്പോ ഇതേപോലെ ഉണ്ടാവും. പിന്നെ അതേപോലെ ആരമാർക്കും അതേപോലെ ചെയ്യാം. രണ്ടും ഒപ്പം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ട്രിക്കും കാര്യങ്ങളും വർക്ക് ആവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ വീഡിയോയിൽ ആരോമാർക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആരും നെക്കിട്ട് സെക്കൻഡ് ആരും നെക്കിട്ട് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ നെക്കിയാൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പൊ ഞാൻ നോക്കി കണ്ട് വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഗണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് മണ്ടാൻ പറ്റുള്ളൂ. നമുക്ക് മണ്ടാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു ഗേൾ ക്യാരക്ടറൊക്കെ പുറത്ത് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മേത്തേക്ക് ഷൂട്ട് ചെയ്ത് നമ്മൾ പൊട്ടിച്ച് നോക്കാം. അതിനൊക്കെ പറ്റിയതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് നേരെ ഷൂട്ട് ചെയ്യേണ്ടി നേരെ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ അത് പോണതേക്കാം. പിന്നെ നമുക്ക് അയച്ചാൽ മതി. ട്രിക്കും കാര്യം ചെയ്യേണ്ടി നമുക്ക് നേരെ പൊട്ടിച്ച പൊട്ടണ ഒച്ചക്കൊക്കെ കേട്ടാൽ ശ്രദ്ധിക്കാൻ മനസ്സിലാവുന്നേക്കാം. അപ്പൊ ഗെയിമിൽ ആഡ് ചെയ്ത് നോക്കാം. അടിപൊളി ട്രിക്കും കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ട്രിക്കും കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യാറിന്റെ താഴെ കമന്റ്. അപ്പൊ ഞാൻ കമന്റ് നോക്കിയാൽ ട്രിക്കും കാര്യം പറഞ്ഞിട്ട് അടുത്ത ട്രിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റിക്കി ബോംബ് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ കാണിച്ചു തന്നെ അതേപോലെ സ്റ്റിക്കി ബോംബ് നേരെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ പിടിച്ചാൽ സ്റ്റിക്കി ബോംബ് പിടിച്ചാൽ നേരെ ഗണ്ണ് പിടിച്ചാൽ പിടിച്ചാണ് കാണിച്ചാൽ. അപ്പൊ ഇതേപോലെ പിന്നെ ആരോമാർക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഗണ്ണ് പിടിച്ചാണ് സ്റ്റിക്കി ബോംബ് ഒക്കെ ഞാൻ ആരോമാർക്ക് അതേപോലെ തന്നെ ചെയ്യാൻ നോക്കാം. പക്ഷെ ഞാൻ ആരോമാർക്ക് ഇങ്ങനെ കാണിച്ചാൽ അതേപോലെ ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ. ഫസ്റ്റ് ഗണ്ണ് പിടിച്ച് കാരണം സ്റ്റിക്കി ബോംബ് പിടിച്ച് രണ്ടും ഒപ്പം നിൽക്കണം. എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പൊ നിങ്ങൾ കുറെ ആയിട്ടും ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ. ഞാൻ കുറെ ആയിട്ടും ചെയ്ത് അപ്പൊ നമുക്ക് നേരെ ഷൂട്ട് ചെയ്യാനൊക്കെ അത് പറ്റുന്നേക്കര മറ്റീന്റെ പോലെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നേക്കര. പക്ഷെ കുറച്ച് ട്രിക്കും കാര്യങ്ങൾ തന്നെ ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. ഷൂട്ട് ചെയ്യുമ്പോൾ മോൾക്കാണ് പോണത്. അപ്പൊ മോൾക്ക് പോകാതെ നമ്മൾ ക്യാരക്ടറൊക്കെ അവിടെ പുറത്തുണ്ട്. അപ്പൊ ക്യാരക്ടറിന്റെ മോൾക്ക് അങ്ങനെ ആക്കൽ എന്നൊക്കെ പറഞ്ഞുതരാം. ക്യാരക്ടറെ നമുക്ക് പേടിച്ച് ഓടണമെന്നില്ല. പേടിപ്പിച്ച് നോക്കുകയാണ്. പേടിച്ചിണ്ടാന്നൊക്കെ നോക്കി കാണിച്ചാൽ അപ്പൊ ഇതങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. നമ്മൾ നേരെ ഒരു ഉന്നുണ്ടാവില്ലോ നേരെ മുന്നിൽ ഒരു വെള്ള സാധനം അത് നമ്മൾ ക്യാരക്ടറിനെ നേരെ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പേടിച്ച് മണ്ണിന്റെ കാര്യം. അപ്പൊ ക്യാരക്ടർ ഡെഡ് ആയി. അപ്പൊ നിങ്ങൾ ഗെയിമിലേക്ക് ആഡ് ആയി നോക്കുക. അടിപൊളി കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും അപ്ഡേറ്റ് വന്നാറുണ്ട്. അപ്ഡേറ്റ് ചെയ്യാത്തില്ല. ഞാൻ സ്കോർപ്പിയോന്റെ ചിപ്പ് കൂടെ പറഞ്ഞത് 5309 സ്കോർപ്പിയോ കാർ കിട്ടുന്നേക്കാം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനലിൽ കയറിയിട്ട് ആദ്യത്തെ വീഡിയോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് അപ്ഡേറ്റിന്റെ വീഡിയോ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കാറിനെ കുറിച്ചൊക്കെ അതിലിട്ടിട്ട് ഏറ്റവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റിലേക്ക് വന്നു. അതൊക്കെ എന്താ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ട്. അപ്പൊ വീഡിയോ കാണുന്നതിൽ കുറെ ആൾക്കാരെ വീഡിയോ കാണാത്തുണ്ട്. ട്രിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എയർപ്ലെയിനുള്ളിൽ കയറി. അപ്പൊ എയർപ്ലെയിൻ ചെരിച്ച് നിർത്തണം. അപ്പൊ നമ്മൾ ചെരിച്ച് നിർത്തിയിട്ട് എന്തായാലും കാണാം. അങ്ങനെ ഞാൻ ചെരിച്ച് നിർത്തിയാണ് ഇവിടെ വരെ കൊടുന്ന് ചെരിച്ച് നിർത്തിയത്. എന്നിട്ട് നേരെ നമ്മൾ മോഡ് ഓൺ ആക്കണം. മാത്രം ട്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മോഡ് ഓൺ ആക്കി നമ്മൾ M1 ടൈപ്പ് ചെയ്യുക. അപ്പൊ ഒരു ആരോ മാർക്ക് ചിഹ്നം കിട്ടും. അപ്പൊ ഇതേപോലെ ചിഹ്നം കിട്ടണേ ഇത് എയർപ്ലെയിനിന്റെ ഉള്ളിൽ കൊടുന്ന് വെക്കണം. അപ്പൊ നമ്മളെ മേത്തും ടച്ച് ചെയ്യണം. എന്നാലും മാത്രമേ ഇത് വർക്കാവുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ചു തന്നെ വേണ്ടിയിട്ടല്ലേ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എയർപ്ലെയിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ക്യാരക്ടർ അതിന്റെ ഉള്ളിൽ കയറാൻ മാത്രമേ സംഭവം വർക്കാവുള്ളൂ. അപ്പൊ നമ്മൾ എയർപ്ലെയിന്റെ കയറാനുള്ള ഓപ്ഷൻ തപ്പി നടക്കണം. എയർപ്ലെയിൻ ചേർന്ന് നിന്നിട്ട് അതിന്റെ ഓപ്ഷനും കാര്യം കിട്ടില്ല. അപ്പൊ ഓപ്ഷൻ കിട്ടിയില്ല. അപ്പൊ നമുക്ക് ചെറിയ ഓപ്ഷൻ പോയി. അപ്പൊ നമുക്ക് നേരെ എയർപ്ലെയിന്റെ ഉള്ളിലാണ് കയറിയത്. അപ്പൊ നമ്മൾ അതിന്റെ ടച്ച് ചെയ്താണ്ടാണ് എയർപ്ലെയിന്റെ ഉള്ളിൽ കയറിയത്. എന്നിട്ട് നമ്മൾ നേരെ കാണിച്ചതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ കുറച്ചു നേരം നിന്നാണ് പെട്ടെന്ന് ഇറങ്ങാൻ ശ്രമിക്കാൻ പെട്ടെന്ന് ഞാൻ ഇറങ്ങിയിട്ട്. അപ്പൊ ഇറങ്ങിയിട്ടാണ് അടുക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഫ്ലൈറ്റ് അങ്ങനെ തെറിച്ച് പോയിക്കണം. ഒന്നും കുഴപ്പമില്ല. നമുക്ക് നേരെ ഈ ആരോമാർക്ക് കൺട്രോൾ ചെയ്ത് നമ്മളെ എവിടെ സ്ഥലം വയ്ക്കണം ആ സ്ഥലത്ത് കൊണ്ടായി ഡ്രോൺ ഷോട്ട് ഓണാക്കാം. ഡ്രോൺ ഷോട്ട് ഓണാക്കി നമ്മളെ ക്യാരക്ടർ നമ്മളെ വിട്ടു പോണേക്കാം. അപ്പൊ വിട്ടു പോകാൻ നമുക്ക് ആ ആരോമാർക്ക് ടച്ച് ചെയ്യാം. അപ്പൊ 3 പേരിലേക്ക് ടച്ച് ചെയ്യാം. ഒന്ന് സ്പീഡ് ഒന്ന് ആരോമാർക്ക് ടച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് 3 പേരിലുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നിട്ട് എവിടെ നമ്മൾ കൊണ്ടുപോകേണ്ടി ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് നല്ല കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ സ്പീഡിൽ കാണിച്ചിട്ട് അത് ഞാൻ വീട്ടിന്റെ മുകൾക്കാണ് കൊടുന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ നേരെ ബാക്ക് അടിച്ചാൽ നമ്മൾ ഗെയിമിലേക്ക് വന്നിങ്ങനെ ഗെയിം ബാക്ക് അടിച്ച് നമ്മളെ ക്യാരക്ടറിന്റെ അവിടേക്ക് വന്നിരുന്നിട്ട് ഫ്ലൈറ്റിൽ പോയി ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറാം. ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ആരോമാർക്ക് വെച്ചാൽ അത് നേരെ ക്ലിക്ക് ചെയ്ത് സ്ലോ മോഷൻ അതാണ് ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ആരോമാർക്കൂടെ വെച്ച് അവിടെ നമ്മൾ ഫ്ലൈറ്റ് ആകണേക്കണം. അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവാത്തതിന്റെ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചാൽ ഒന്നുകൂടെ കണ്ടുനോക്കുക. എന്നിട്ട് നേരെ മോഡ് ഓഫ് ആക്കുക. ഞാൻ നേരെ മോഡ് ഓഫ് ആക്കി. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റുന്നേക്കാം. നമ്മുടെ ഹൗസിന്റെ മുകളിൽ മാത്രമേ ഈ ആരോമാർക്ക് നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുന്നത്. അവിടെ ഫ്ലൈറ്റ് ഉണ്ടാവണേക്കാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഗെയിമിൽ ആഡ് ചെയ്ത് നോക്കുക. വർക്കാണ് താഴെ കമന്റ് ശരിക്കും മാർക്ക്. അപ്പൊ ട്രിക്കും കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്തിട്ട് താഴെ കമന്റ് ശരിക്കും മാർക്ക് ചെയ്ത് അപ്പൊ അടിപൊളിയും കാര്യങ്ങളൊക്കെ ഹൗസിന്റെ മുകളിൽ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റിലേക്ക് നടക്ക് കാര്യങ്ങളൊക്കെ ഡോഗിന്റെ പുറത്ത് കയറുമ്പോൾ വ്യത്യാസം കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ വിളിച്ച് കാണിച്ചിട്ട് ഡോഗിനെ വിളിച്ചതിന് പുറത്ത് കയറുമ്പോൾ വ്യത്യാസം കാര്യം കാണുന്നേക്കാം. അപ്പൊ ഞാൻ കാണിച്ചിട്ട് അപ്പൊ നേരെ മുഖം മാർക്കണ മാതിരിയൊക്കെ ഡോഗിന്റെ മുഖം മാർക്കണ മാതിരി. പക്ഷെ നമ്മൾ ശരിക്കും പിടിച്ചതാണ്. നമ്മൾ കയ്യും ഇതൊക്കെ ബലത്തായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ പിടിച്ചതാണ്. പക്ഷെ നമ്മൾ മുഖം മറിച്ച മാതിരി തോന്നുന്നത്. അങ്ങനെ ഡോഗിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഇതേപോലെ ഡോഗിന്റെ ഇതേപോലെ ആവുണ്ടാന്നൊക്കെ ട്രിക്കും കാര്യങ്ങളൊക്കെ ഒരു ട്രിക്കാണ്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ ഫ്ലൈറ്റ് ഇതേപോലെ വെച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റുന്നേക്കാം. അപ്പൊ ഇങ്ങനെ ട്രിക്കൊക്കെ അറിയുന്നത് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളെ കമന്റ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നേക്കണം. അപ്പൊ ട്രിക്ക് ഇഷ്ടമായിട്ട് താഴെ കമന്റ് ചെയ്യാം.